ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ ചെയ്യാന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് വന്നു. ചോറ്, പത്തിരി, പുട്ട് എന്തിന്റെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ ഉലുവ. പിന്നെ 2-3 ചുവന്നുള്ളി അതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി നല്ലോണം തന്നെ മൂത്ത് വന്നോട്ടെ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ, ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടാൽ മതിയെ. ചുവന്നുള്ളിയില്ലേ മൂത്ത് വന്നു കഴിഞ്ഞാലില്ലേ ഇതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 1.5 വലിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് 3 തക്കാളി വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഉള്ളി നല്ലോണം തന്നെ മൂത്ത് വന്നോട്ടെ കേട്ടോ, ഒന്ന് ഗോൾഡൻ കളറായിട്ട് വന്നോട്ടെ, എന്നാലാണ് ടേസ്റ്റ് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും എടുക്കുക. അപ്പോൾ ഇതാ ഇത് ഉള്ളി നല്ലോണം തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഈ തക്കാളി ഉടഞ്ഞു വരണം കേട്ടോ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അടിച്ചതില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി, വെന്തുടഞ്ഞ് വരിക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ പച്ചമണം പോകണം കേട്ടോ. അതിന് ശേഷമാണ് മൂടി വെക്കാവൂ. ഇനി ഇതാ ആ ഒരു ജാറിൽ തന്നെ ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ പൂണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ചുവന്നുള്ളി അതുപോലെ തന്നെ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2-3 അല്ലി ചുവന്നുള്ളി അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേമാതിരിയാണ് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇതേപോലെ. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് ഉള്ളി തക്കാളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുത്തിന്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓണല്ല അതിന് കേട്ടോ, അതുകൊണ്ടാണ് കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ പറഞ്ഞുതരാം എത്ര ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങൻ്റെ അകത്ത് 1 ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുത്തിനല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2.5 ടീസ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി 1/2 ടീസ്പൂണ് അങ്ങനെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നതിന് ശേഷമാണ് ചിക്കൻ ചേർത്ത് കൊടുക്കാവും. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ മുങ്ങി നിൽക്കാനുള്ള പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തന്നെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഒരു മസാല കൂട്ട് എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കട്ടെ. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം തിളച്ച് നല്ലോണം വെന്ത് വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടൂട്ട. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പൂ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി, നമ്മളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇതേപോലത്തെ ഐറ്റംസിലൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ മസാല കറിയിലൊക്കെ ചേർത്ത് കൊടുക്കും. നമ്മൾ ഇത് വീട്ടിൽ നിന്ന് തയ്യാറാക്കുന്നതാണ്, കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചട്ടോ. അപ്പോൾ ഇതാ നമ്മളിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് നല്ലോണം വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുത്താൽ എൻ്റെ പൊന്നോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി ചെയ്യാത്തവരുണ്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞേ. അപ്പം ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറഞ്ഞേ. പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഇത്
കുറച്ച് കസൂരി മേത്തിയും കൂടി ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഇതാ തിളച്ചിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു കറിൻ്റെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി കറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോ കാണാം.